ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ചിക്കൻ ലെഗ് പീസ് കൊണ്ടുള്ള വെറൈറ്റി ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. മിക്ക വീടുകളിലും ചിക്കൻ മേടിച്ച് കഴിയുമ്പോൾ ചിക്കൻ ലെഗ് പീസിന് വേണ്ടിയിട്ടായിരിക്കും ഇടി ഉണ്ടാക്കാറ്. അപ്പോൾ നമുക്ക് അതുകൊണ്ട് ഒരു കിടിലൻ ഐറ്റം ഉണ്ടാക്കി വെക്കാമല്ലോ. ചിക്കൻ ഗുണ്ടാന്നാണ് നമ്മൾ സംഭവത്തിൻ്റെ പേര്. അപ്പോൾ സമയം കളയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ചീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാല് തിളപ്പിച്ച് അതിനകത്തേക്ക് വിനാഗിരി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല രീതിക്ക് ഇളക്കിക്കൊണ്ടിരിക്കുക. പാല് പിരിഞ്ഞ് വരുമ്പോൾ നമ്മൾ നേരെ ഒരു അരിപ്പ എടുത്തിട്ട് അത് അരിച്ചെടുക്കണം. ഇനി നമ്മൾ അതിനകത്ത് വെള്ളമെല്ലാം ഊറ്റി കളഞ്ഞതിന് ശേഷം അത് നേരെ ചൂടുവെള്ളത്തിലിട്ട് നല്ല രീതിക്ക് ഇളക്കി മിക്സ് ആക്കി എടുക്കുക. അതിനുശേഷം നമ്മൾ പിന്നെയും അതിനകത്ത് വെള്ളമെല്ലാം ഊറ്റി കളയണം. ഇത് തന്നെ നമ്മളൊരു 3-4 വട്ടം ചെയ്ത് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ ഫ്രീസ് ചെയ്യാനായിട്ട് ഒരു 3 മണിക്കൂർ വയ്ക്കുക. 3 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കാണ് നമ്മുടെ ചീസ് റെഡി. ഇനി ചിക്കൻ്റെ അരപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, സവാള, പച്ചമുളക്, മല്ലിയില എല്ലാം കൂടി മിക്സിയിലിട്ട് നല്ല രീതിക്ക് ബ്ലെൻഡ് ചെയ്ത് മാറ്റി വയ്ക്കുക. ഇനി നമ്മൾ നേരെ ഒരു പാൻ എടുത്ത് അതിനകത്തേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ കഴിക്കാൻ റെഡിയാക്കി വെച്ചാൽ നമ്മൾ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ എണ്ണയൊക്കെ തിളപ്പിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഹരം ഉണ്ടാകും. സംഭവം ചെയ്യുമ്പോഴത്തേക്കും എല്ലാ സൈഡും നല്ല രീതിക്ക് വെന്ത് വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച നമ്മുടെ അരപ്പ് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അരപ്പൊന്ന് മൂത്ത് റെഡി ആയി വരുമ്പോഴത്തേക്കും നമ്മൾ ഇതിനകത്തേക്ക് മുളക് പൊടി, ചിക്കൻ മസാല, കുരുമുളക്, ഉപ്പ് എല്ലാം കൂടി ആഡ് ചെയ്തിട്ട് നല്ല രീതിക്ക് മിക്സ് ആക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ സംഭവം ഒന്ന് സെറ്റ് ആയി വരുമ്പോഴത്തേക്കും നമ്മൾ ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. ആഡ് ചെയ്തിട്ട് നമ്മൾ മൂടി വെച്ച് വേണം വേവിക്കാൻ. ഏകദേശം ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സംഭവം സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം. നമ്മുടെ ഈ ചിക്കൻ്റെ അരപ്പൊന്നും നമ്മൾ കളയരുത്, അതെല്ലാം നമുക്ക് ആവശ്യമുള്ളതാണ്. അപ്പോൾ നമ്മൾ ആ പാനിൽ നിന്ന് എല്ലാം നമ്മൾ തൂത്തുവാരി തന്നെ വേണം എടുക്കാനായിട്ട്. ഇനി നമ്മൾ ചൂടാറിയതിന് ശേഷം ശ്രദ്ധിക്കുക, ചൂടാറിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ആ ചിക്കൻ സെപ്പറേറ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ആ എല്ലിൽ നിന്ന് നമ്മുടെ ചിക്കൻ്റെ മാംസം നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുക. ഇത് നമ്മൾ നേരത്തെ പുഴുങ്ങി സ്മാഷ് ചെയ്ത് വെച്ച നമ്മുടെ ഉരുളക്കിഴങ്ങാണ്, നമ്മൾ അതിൻ്റെ കൂടെ തന്നെയാണ് വെക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ്റെ ലെഗും പീസും സെപ്പറേറ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കുക. ഓരോ ഉരുളക്കിഴങ്ങ് പീസിൽ ഓരോ ചിക്കൻ പീസിൽ കിട്ടുന്ന രീതിയിൽ നമ്മൾ നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കുക. ചിക്കൻ്റെ പീസ് വലുതാണെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് ചെറുതാക്കിയിട്ട് വേണം നമ്മൾ മിക്സ് ചെയ്യാനായിട്ട്. ഇനി ഈ ഒരു ഫില്ലിങ് നമ്മൾ കയ്യിൽ ഈ ഒരു ഷേപ്പിലേക്ക് പരത്തി വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി നമ്മുടെ ചീസ് ഇതിനകത്തേക്ക് വെച്ച് നമ്മൾ മാറ്റി വെച്ച നമ്മുടെ ബോണിൻ്റെ പീസും കൂടി ഇതിനകത്തേക്ക് വെച്ച് നമ്മൾ നല്ല രീതിക്ക് റോൾ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ റോൾ ചെയ്യുമ്പോൾ ചിക്കൻ്റെ അതേ ഷേപ്പിൽ തന്നെ നമ്മൾ റോൾ ചെയ്തെടുക്കുക. റോൾ ചെയ്ത് നല്ല വലുപ്പത്തിലാക്കുമ്പോൾ നമ്മുടെ ചിക്കൻ കുണ്ട ഈ ഒരു ഷേപ്പിലാവും. അപ്പോൾ ഇതാണ് നമ്മുടെ ചിക്കൻ കുണ്ട. ഇനി ഇരിക്കണയാണ് നമ്മുടെ ചിക്കൻ കുണ്ടയുടെ പിള്ളേർ. അപ്പോൾ അത് ബാക്കി വന്ന ഫില്ലിംഗ് ആണ്. അപ്പോൾ മൊത്തത്തിൽ കാണിക്കുമ്പോൾ ഇവരാണ് നമ്മുടെ ചിക്കൻ കൊണ്ടേ പിള്ളേരും. ഇനി നമുക്ക് നേരെ കോട്ട് ചെയ്തെടുക്കാം. അതിന് വേണ്ടി ആദ്യം എഗ്ഗിൽ നല്ല രീതിക്ക് ഡിപ്പ് ചെയ്തതിന് ശേഷം കോൺഫ്ലവർ ഡിപ്പ് ചെയ്താൽ വീണ്ടും എഗ്ഗിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം വേണം റസ്ക് പൗഡർ ഡിപ്പ് ചെയ്യാനായിട്ട്. ഇനി നല്ല രീതിക്ക് തന്നെ മുരിച്ചെടുക്കുക. മുരിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, എല്ലാ സൈഡും ഒരുപോലെ വേവിച്ചെടുക്കാനായിട്ട് ലോ ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ നല്ല രീതിക്ക് മുരിഞ്ഞ് വരുമ്പോൾ നമ്മൾ പതിയെ ഇത് റോൾ ചെയ്ത് വേണം തിരിച്ചെടുക്കാനായിട്ട്. ഓരോന്ന് ചെയ്യുവാണെങ്കിൽ അത്രയ്ക്കും മുരിഞ്ഞ് കിട്ടും. അപ്പോൾ നമ്മൾ അങ്ങേയറ്റം തൊട്ട് ഇങ്ങേയറ്റം വരെ റോൾ ചെയ്ത് കൊണ്ടുവരുമ്പോഴത്തേക്ക് എല്ലാ സൈഡും ഒരുപോലെ നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ സംഭവം. നമ്മളെ ചിക്കൻ കൊണ്ട് ഇവിടെ റെഡിയാണ്. സംഭവം നല്ല സെറ്റായി മുരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് നേരെ കഴിച്ചു നോക്കണം പരിപാടിയിലേക്ക് പോകാം. അപ്പോൾ ഇത്രയുള്ള സംഭവം വീട്ടിലെല്ലാവർക്കും നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. നല്ല കിടിലൻ സാധനമാണ്. അപ്പോൾ ഇത്ര പറഞ്ഞാൽ ഈ വീഡിയോ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഇനി ഒരു ഇതുപോലത്തെ കിടിലൻ പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.